ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആർട്ട് സ്കീം. അപ്പോഴേ ഇന്ന് നമുക്ക് ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഫേസ് വരയ്ക്കാമെന്ന് പഠിക്കാം. ഈ ഗ്രിഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോഴേ സിമ്പിളായിട്ട് നമുക്കൊരാളുടെ ഫേസ് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ആളാണ് കേട്ടോ. അത് വേറെ ആരുമല്ല, നമ്മുടെ ആര്യ ചേച്ചി. അത് തന്നെ, കടൽ ക്ലൗഡേ. ഈ ചേച്ചിയുടെ ഒരു ബിഗ് ഫാനാണ് കേട്ടോ ഞാൻ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു പെൻസിലും ബുക്കും എടുത്തോളൂ. പിന്നെ ബുക്ക് തന്നെ വേണമെന്നില്ല, പേപ്പർ ആയാലും മതി കേട്ടോ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബുക്കായാലും പേപ്പറായാലും A4 സൈസ് തന്നെ എടുക്കാൻ നോക്കണേ. എന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. അപ്പോൾ ബുക്കായാലും പേപ്പറായാലും ഇതേപോലെ മകൾ ഭാഗം എടുക്കാം. മകൾ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വരയ്ക്കുന്ന ആളുടെ ഹെഡ് വരത്തില്ലേ, ആ ഒരു ഭാഗത്തായിട്ട്. പിന്നെ ഒരു സ്കെയിലും കൂടെ എടുത്തതിന് ശേഷം ഇതേപോലെ 1 സെൻറ്റിമീറ്റർ ഇടവിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് 2 സെൻറ്റിമീറ്റർ വെച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ തുടക്കം പഠിക്കുന്നവരായതുകൊണ്ട് 1 സെൻറ്റിമീറ്റർ വെച്ച് ആദ്യം വരച്ച് പഠിക്കാം. ഇത് മാത്രമല്ല, എനിക്കിതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത്. പിന്നെ എങ്ങനെ ഗ്രിഡ് മെത്തേഡിൽ പടം വരയ്ക്കാനായിട്ട് കുറച്ച് ക്ഷമ വേണം കേട്ടോ. എനിക്കത് തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇടവിട്ട് വല്ലപ്പോഴൊക്കെയാണ് ഓരോ പടങ്ങൾ വരയ്ക്കുന്നത്. പിന്നെ ഈ വീഡിയോയിൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ ഇട്ട 2 വീഡിയോയും കോപ്പിറൈറ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ മ്യൂസിക് ഇടാത്തത്. അങ്ങനെ ഇതേപോലെ മുഴുവനും നമ്മൾ വരച്ചിട്ടുണ്ട്. ആ ഒരു മകൾ ഭാഗം മുഴുവനും ഇതേപോലെ 1 സെൻറ്റിമീറ്റർ ഇടവിട്ട് വരച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇതേ സെയിം മെത്തേഡ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ചെയ്യണം കേട്ടോ. വരയ്ക്കുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. കാരണം നമ്മൾ വരയ്ക്കുമ്പോൾ വരുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, ഇപ്പം സെൻറ്റിമീറ്റേഴ്സിലാവാം, കോളം വരച്ച് കഴിയുമ്പോഴുള്ളാവാം, എന്ത് മിസ്റ്റേക്ക് വന്നാലും അത് നമ്മളുടെ ആ ഒരു പടത്തിനെ ബാധിക്കും കേട്ടോ. കാരണം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിച്ച ആളുടെ ഫേസിൻ്റെ ഷേപ്പേ മാറിപ്പോവും. ഇങ്ങനെ എനിക്ക് കുറേ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്ന് വെച്ചെങ്കിൽ ഭയങ്കര ശ്രദ്ധ കൊടുക്കാനൊന്നും അങ്ങനെയൊന്നും നിൽക്കണ്ട കേട്ടോ. എന്നാലും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക, ഒട്ടും തെറ്റിപ്പോവാത്ത രീതിയിൽ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവേ. ഫുള്ളല്ല, നമ്മുടെ ഇപ്പം മുകളിൽ ചെയ്ത്, ഇനി നമ്മൾ റൈറ്റിൽ ചെയ്ത്, ഇനി ലെഫ്റ്റിൽ ചെയ്ത്. ഇല്ല, ലെഫ്റ്റിൽ ചെയ്തില്ല, ലെഫ്റ്റിൽ ചെയ്യാം. ഞാനിവിടെ ലെഫ്റ്റിൽ ചെയ്യാൻ നേരത്ത് ബുക്കൊന്ന് മറിച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. മറിച്ചല്ല, ഇങ്ങനെ ഒന്ന് മറിച്ച് തിരിച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് താഴെ നിന്ന് മുകളിലോട്ടാണ് അടയാളപ്പെടുത്തി പോകുന്നത്. അത് 1 സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ അടയാളപ്പെടുത്തി പോകുന്നത്. എൻ്റെ ഒരു ഇതിനാണ് അങ്ങനെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും മുകളിൽ ഫസ്റ്റ് നമ്മൾ വരച്ചില്ലേ, അടയാളപ്പെടുത്തിയില്ലേ, അവിടെ നിന്ന് തന്നെ ആയിരിക്കണം താഴോട്ട് അടയാളപ്പെടുത്തി പോകേണ്ടത്. അപ്പം റൈറ്റ് ഭാഗത്ത് നമുക്കത് വരയ്ക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എളുപ്പമാണ്. ലെഫ്റ്റ് ഭാഗത്ത് നമുക്ക് സ്കെയിൽ താഴെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യാൻ മടിച്ചിട്ടാണ് ഞാൻ സ്കെയിൽ ബുക്കിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് താഴെ നിന്ന് മുകളിലോട്ട് ചെയ്തു പോകുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൽ വേറെ ഒന്നും ശ്രദ്ധിക്കാനായിട്ടില്ല. നമ്മൾ ഫസ്റ്റ് അടയാളപ്പെടുത്തുന്നില്ലേ മുകളിൽ, ആ ഹെഡ് വരുന്ന ഭാഗത്ത് അടയാളപ്പെടുത്തിയെന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്ന് നമ്മൾ താഴോട്ട് ചെയ്തു വരിക, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ മൊത്തം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മുകൾ ഭാഗവും റൈറ്റും ലെഫ്റ്റും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. താഴെ ഭാഗം ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തണ്ട, അത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്യാം. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ചരിച്ച് പിടിക്കുക, എന്നിട്ട് നമ്മൾ വരച്ചില്ല അതൊന്നിങ്ങനെ കൂട്ടി വരച്ചു കൊടുക്കുക. ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്നത് ചരിഞ്ഞ് പോകാതിരിക്കാൻ നോക്കാം കേട്ടോ. ചരിഞ്ഞ് പോയാൽ നമ്മളിപ്പോൾ വരയ്ക്കുമ്പോഴത്തേക്കും കോളം ചരിയാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കോളം എന്ന് വെച്ചാൽ കോളത്തിൻ്റെ ഷേപ്പ് മാറാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ചരിയാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇത് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ ഇത് മുഴുവനും നമ്മൾ വരച്ചെടുക്കണം കേട്ടോ ഇതേപോലെ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്കങ്ങനെ വോയിസ് ഓവറൊന്നും ചെയ്യാൻ അറിയത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മനസ്സിലാവുമായിരിക്കും, ഞാൻ മനസ്സിലാവുന്ന രീതി തന്നെയാണ് പറയുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ പറയുന്നതിൽ വല്ല തെറ്റോ വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്കിത് മുഴുവൻ ഇങ്ങനെ ചെയ്തെടുക്കണമേ. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ആര്യ ചേച്ചിയുടെ ഫോട്ടോ വരച്ചതെന്നുള്ളത് ഞാൻ പറയാം. ഞാൻ കുഞ്ഞായിരുന്നപ്പം, എന്ന് വെച്ചാൽ കൊറോണയൊക്കെ വന്ന സമയമില്ലേ, ആ സമയത്ത് എനിക്ക് ക്രാഫ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നേ. ഞാനെന്തോ അഡിക്റ്റ് മാതിരിയായിരുന്നു. അഡിക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറേ കളർ പേപ്പേഴ്സും അതേപോലെ തന്നെ ഫാബ്രിക് കളേഴ്സ്, ആക്രിലിക് കളേഴ്സൊക്കെ വാങ്ങിച്ച്, പിന്നെ ഗ്ലൂ ഗണ്ണ് വാങ്ങിച്ച്, ഇതെല്ലാം വെച്ച് ഞാൻ കുറേ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുമായിരുന്നു. ഇത് ജസ്റ്റ് വീട്ടിലിരുന്ന് അങ്ങനെ ചെയ്യത്തേ ഉള്ളായിരുന്നുള്ളൂ. പിന്നെ വീട്ടിൽ ആ സമയത്ത് അങ്ങനെ സ്പേസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതൊക്കെ വെക്കാനായിട്ടുള്ള സൗകര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ എൻ്റെ കസിൻസിൻ്റെ വീട്ടിലൊക്കെയാണ് കൊണ്ട് എടുക്കാറുള്ളത്. പിന്നെ കൊറോണയൊക്കെ അങ്ങ് കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് ഇല്ലാതായി. ഞാൻ പിന്നെ ക്രാഫ്റ്റൊന്നും അങ്ങനെ ചെയ്യാനൊന്നും നിൽക്കില്ല. പിന്നെ ഞാൻ ഗ്ലൂ ഗണ്ണൊക്കെ അടിപൊളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് പൊടിയടിച്ചിരിപ്പായി. അതൊക്കെ ഞാൻ ഒരു 5-6 ഒക്കെ പഠിച്ചപ്പോഴായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ +2-ലായി.
അങ്ങനെ ഈ +1 വെക്കേഷൻ ആയ സമയത്താണ് ഞാൻ ഇതേപോലെ യൂട്യൂബ് എടുത്തപ്പോഴത്തേക്ക് ആര്യ ചേച്ചിയുടെ വീഡിയോ കാണുന്നത്. ഒരു വീഡിയോ കണ്ടു, 2 വീഡിയോ കണ്ടു, പിന്നെ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ആ പഴയ ഓർമ്മയൊക്കെ എന്തോ പഴയ ആ ഒരു ഓർമ്മയൊക്കെ വന്ന പോലെ തോന്നി. പിന്നെ ഞാൻ ചുമ്മാ കാണുമായിരുന്നു ആര്യ ചേച്ചിയുടെ വീഡിയോ. അങ്ങനെ ഞാൻ വീണ്ടും അത് ചെയ്യാൻ തുടങ്ങി ക്രാഫ്റ്റ്. അങ്ങനെ പറഞ്ഞു നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളത് ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മളിപ്പോൾ ചരിച്ച് വരച്ച് ഇനി നമുക്ക് നേരെ വരയ്ക്കണം. അപ്പോൾ നമ്മൾ നേരെ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വലിയ സ്കെയിലാണെങ്കിൽ കുഴപ്പമില്ല, സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് വരച്ചോളൂ. ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെയാണ് ഇത് വരയ്ക്കാൻ നോക്കണമെങ്കിൽ അവരേൽ കുഞ്ഞ് സ്കെയിൽ അങ്ങനെ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനും ചെറിയ സ്കെയിൽ എടുത്തത് കേട്ടോ. അപ്പോൾ ചെറിയ സ്കെയിലുള്ളെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരും പോലെ ചെയ്തു. നമ്മൾ ആ ഒരു സ്കെയിൽ ബുക്കിൽ വെച്ചിട്ട് അത് എത്ര വരെ എത്തുമെന്ന് നോക്കുക. എന്നിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈനിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞ് സ്കെയിലുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ, തെറ്റാതെ. നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തി തുടങ്ങിയില്ലേ എന്ന് വെച്ചാൽ നമ്മൾ ലെഫ്റ്റിൽ നിന്നാണ് റൈറ്റിലോട്ട് അടയാളപ്പെടുത്തി, അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത് കേട്ടോ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും അതേപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ടുമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് പിന്നെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം പറയാം. അങ്ങനെ ഞാനും ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ തുടങ്ങി. ക്രാഫ്റ്റ് എന്ന് പറയുമ്പം തുടക്കത്തിൽ ഞാൻ ക്രാഫ്റ്റ് അല്ല ചെയ്ത് തുടങ്ങിയത്. നമ്മുടെ ആര്യ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ജേർണലിങ് ചെയ്യാൻ തുടങ്ങി. ജേർണലിംഗ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, അതൊന്നും ഞാൻ പണ്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഈ പൂക്കളുണ്ടാക്കുക, ബോട്ടിൽ ആർട്ട്, പിന്നെ കുറേ വാൾ ഡെക്കർ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ജേർണലിങ് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അത് നമ്മുടെ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട്. അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കാണ് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ടാലോ എന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ആ പണ്ടത്തെ മെമ്മറീസിലോട്ടൊക്കെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയത് ഈ ഒരു ആര്യ ചേച്ചി കാരണമാണ് കേട്ടോ. അതായിരിക്കും ഞാൻ എന്തോ ആര്യ ചേച്ചിയുടെ ഫാൻ ആവാനായിട്ടുള്ള കാരണം. അങ്ങനെ നമ്മളിതാ ഇതേപോലെ മുഴുവനും കോളം വരച്ചെടുത്തിട്ടുണ്ടേ. പിന്നെ ഇത് വരയ്ക്കുമ്പോഴത്തേക്കും നല്ല നൈസായിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ നല്ല നൈസായിട്ട് വേണം വരയ്ക്കാനായിട്ട് ഈ കോളം, കാരണം നമുക്കിത് മാച്ച് കളയേണ്ടതാണ് കേട്ടോ. ഇനി ശ്രദ്ധിച്ചോണ്ട് നമ്മളിവിടെ 1 2 3 എന്ന് നമ്പർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നമ്പറിട്ട് 21-ലെത്തും. A4 സൈസ് പേപ്പർ എടുക്കുമ്പോഴാണ് കേട്ടോ 21 നമ്പർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ A4 സൈസിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോയി, ഓക്കെ. അപ്പോൾ നമ്മൾ 1 2 3 ഇട്ട് അങ്ങനെ പോയി. ഇനി നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് എഴുതുമ്പോഴത്തേക്കും 2 തൊട്ടാണ് കേട്ടോ തുടങ്ങേണ്ടത്. കാരണം 1 അവിടെ ഓൾറെഡി ഉണ്ട്, നമ്മൾ 2 തൊട്ട് വേണം ചെയ്യാനായിട്ട്. അതിനാൽ ഇത് ഫുള്ള് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ 1 2 3 തൊട്ട് 21 വരെ എഴുതിയിട്ടുണ്ട്. ഇനി താഴോട്ട് എഴുതുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് എഴുതുമ്പോഴത്തേക്കും 2 തൊട്ടാണ് തുടങ്ങേണ്ടത്. അങ്ങനെ 2 തൊട്ട് എഴുതി 2 3 4 5 6 അങ്ങനെ 31 എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ മുകളിലത്തെ ഇത് മാത്രം നോക്കിയാൽ മതി. മുകളിൽ 21 നമ്പറില്ലേ, അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ 1 ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ടുള്ളൂ കേട്ടോ. 1 ഒരു പ്രാവശ്യം എഴുതിയിട്ടുള്ള, 2 പിന്നെ എഴുതി തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേയും കാര്യം അത് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. ഇനി ഇത് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ആപ്പാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്, ഗ്രിഡ് ആർട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് പടം വരയ്ക്കാനായിട്ടുള്ളത്. ഇതിനെടുത്തപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് വന്നത് തന്നെ. പിന്നെ ഇത് ടാബിൽ മാത്രമല്ല, നമുക്ക് ഫോണിലും കയറ്റിയിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഏതിലാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആ ഒരു ആപ്പിലേക്ക് കയറുക, എന്നിട്ട് ഗാലറി എടുക്കുക, എന്നിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണ് വരയ്ക്കേണ്ടത് ആ ഒരു ഫോട്ടോ എടുക്കുക. അപ്പോഴത് ഇങ്ങനെ വരും. സോ അങ്ങനെ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ ക്രോപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ക്രോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. A4 സൈസ് ഇവിടെ കാണിക്കുക, അത് നമ്മൾ കണ്ടിന്യൂ എടുത്താൽ മതി. A4 സൈസിൻ്റെ യൂസ് ഇതാണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അങ്ങനെ നമ്മൾ A4 സൈസ് എടുക്കുക, ടിക്ക് കൊടുക്കുക. ഇനി നമുക്ക് കോളം നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത്. അതിനകത്ത് നിൽക്കുന്നില്ലേ, ആ ഒരു അതിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ 21 നമ്പർ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, നമ്മൾ മുകളിലത്തെ ഭാഗത്ത് 21 നമ്പർ, മുകളിലത്തെ ഭാഗമാണ് കേട്ടോ നോക്കേണ്ടത്. എന്നിട്ട് ഞാൻ അവിടെ 21 അടിച്ചു കൊടുക്കുന്നുണ്ട്. ചില ബുക്കിലോ അല്ലെങ്കിൽ ചില പേപ്പറിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും 24 വരാറുണ്ട് കേട്ടോ. അപ്പോൾ 24 പറഞ്ഞതെങ്കിൽ 24 അടിച്ചു കൊടുക്കാം. എനിക്കിപ്പം 21 A4 സൈസാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. A4 സൈസ് തന്നെ. അപ്പം അതിൽ 21 കേട്ടോ വന്നിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ ഒരു കോളത്തിൻ്റെ ഡാർക്ക്നെസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് സേവ് ചെയ്യാം. ഇതിൽ കാണിച്ചു തന്ന പോലെ സേവ് ചെയ്യാം. ഇനി നമുക്കിത് എപ്പോൾ ഈ ആപ്പ് എടുത്താലും നമുക്കത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ആ ഒരു ഫോട്ടോ സേവ് ചെയ്ത് വെച്ചിരുന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് വെച്ച് വരയ്ക്കാൻ പറ്റും. കാണിക്കാനായിട്ടാണ് ഞാൻ ഒന്നും കൂടി ബാക്ക് ഇറങ്ങിയിട്ട് കയറുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സേവ്ഡ് ഇമേജസ് എടുത്താൽ മതി കേട്ടോ. സേവ്ഡ് ഇമേജസ് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചത് അവിടെ വരും. അത് ജസ്റ്റ് എടുക്കുക, എന്നിട്ട് നമുക്ക് വരയ്ക്കാം.
ഇനി ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. ദാ മുകളിലായിട്ട് നമ്മുടെ ബുക്കിൽ നമ്മൾ എഴുതിയില്ലേ, അതേപോലെ തന്നെ ദാ ഈ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റും. 1 2 3 നമ്പർ ഇട്ട് എഴുതിയില്ലേ, അത് 21 വരെ നമ്മൾ ബുക്കിൽ എഴുതിയത് തന്നെ ഈ ഒരു ടാബിൽ അല്ലെങ്കിൽ ഫോണിൽ നമ്മൾ എടുത്ത ഒരു ഗ്രിഡിലും വരും കേട്ടോ. പിന്നെ ഇങ്ങനെ സിമ്പിളല്ലേ വരയ്ക്കാൻ. നമ്മളുടെ ബുക്കിലും അതേപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച ആ ഒരു ആപ്പിലും ഒരേപോലെ നമ്മൾ വരച്ചത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പിക്ചർ അതിലോട്ട് എടുത്ത് വരയ്ക്കുക എന്നത് മാത്രമാണ് കേട്ടോ ഉള്ളത്. ഇനി ശ്രദ്ധിച്ച് കേട്ടോളി. നമ്മളിത് ആദ്യം കണ്ണാണ് കേട്ടോ വരയ്ക്കുന്നത്. നമ്മൾ ഏതൊരു ഫേസ് വരച്ചാലും ഏതൊരാളെ വരച്ചാലും നമ്മൾ കണ്ണാണ് ആദ്യമായിട്ട് വരയ്ക്കേണ്ടത്. പിന്നെ ആ ഒരു കണ്ണിൻ്റെ പ്യൂപ്പിൾ വന്നിരിക്കുന്ന ആ ഒരു ഭാഗം, ആ ഒരു കോള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുക. അപ്പോഴത്തേക്കും നമ്മളിതാ ഇവിടെ 11 ആണ് കേട്ടോ നമ്പർ കാണുന്നത്. എന്നിട്ട് നമ്മൾ നേരെ മുകളിലോട്ടും പോവുക. ഓക്കെ, നമ്മളൊരു കോള എടുക്കുക എന്ന് വെച്ചാൽ ആ ഒരു കണ്ണിൻ്റെ കോള എടുക്കുക, ലെഫ്റ്റ് സൈഡിലോട്ട് പോയിട്ട് ഏത് നമ്പറാണെന്ന് നോക്കുക, എന്നിട്ട് തിരിച്ചു വരിക, എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് പോയിട്ട് ഏത് നമ്പറാണെന്ന് നോക്കുക. അപ്പോൾ നമുക്കിവിടെ 7ഉം 11ഉമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, മുകളിൽ 7ഉം സൈഡിൽ 11ഉമാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ ആ ഒരു കോളത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത്, ആ ഒരു കണ്ണ് വരുന്നത് 7ലും 11ലുമാണ്. അത് നമ്മൾ നേരെ ബുക്കിൽ അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പം ലെഫ്റ്റിൽ നിന്ന് 11ഉം മുകളിൽ 7ഉം വരുന്നത് ആ ഒരു കോളം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് 11 അതേപോലെ അതാണ്ട് 7. അങ്ങനെയാണ് നമ്മൾ കോളം അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ, കണ്ടാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്ന, അങ്ങനെ അത് സൂം ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ കാണാനായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ദാണ്ട 11 അതേപോലെ തന്നെ ദാണ്ട് 7. ഓക്കെ, 7 ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിളല്ലേ. ഇനി നമുക്ക് ആ ഒരു കണ്ണ് അതിലോട്ട് വരച്ചു കൊടുത്താൽ മതി. ഓരോ കോളത്തിലുള്ളതും അതാത് കോളത്തിൽ വരച്ച്, നമുക്കിപ്പോൾ ഒരു കോളം നമ്മളിപ്പോൾ എടുക്കുകയാണെന്ന് വെച്ചോ, പിന്നെ നമുക്ക് ബാക്കി വരച്ച് പോകാൻ സിമ്പിളായിരിക്കും കേട്ടോ. ആ ഒരു കോളം വെച്ച് നമ്മൾ ബാക്കി വരച്ച് പോകാനായിട്ട് ഭയങ്കര സിമ്പിളായിരിക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ ആ ഒരു കണ്ണ് അതുപോലെ നോക്കി വരച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ആ അടയാളപ്പെടുത്തി വെച്ച ആ ഒരു കോളയില്ലേ, അതിലോട്ട് നമ്മൾ ടാബിൽ കാണുന്ന അല്ലെങ്കിൽ ആ ഒരു ഗ്രിഡിൽ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ആ ഒരു കണ്ണ് വരച്ചു കൊടുക്കുക എന്നുള്ളതാണ് സംഭവം. അങ്ങനെ ഞാൻ എന്താ ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ടേ. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല ഇതിനെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനെ പറയണേം കാര്യം നിങ്ങൾക്കിത് കാണുമ്പോൾ നല്ല വ്യക്തമായിട്ട് മനസ്സിലാകും കേട്ടോ. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഭയങ്കര ആഗ്രഹിച്ചാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ എന്തോ ഫസ്റ്റ് 3 വീഡിയോ ഇട്ടു, അത് 3ഉം കോപ്പിറൈറ്റ് കാണിക്കുമായിരുന്നു. അതെനിക്ക് തോന്നുന്നതിന് മ്യൂസിക്കിനി വേറെ ആപ്പിൽ നിന്ന് ഇട്ടതുകൊണ്ടാണോ എനിക്കറിയത്തില്ല. ഞാൻ മ്യൂസിക്കായാലും മ്യൂസിക്കിന് ഇത് ഇൻഷോട്ടിൽ നിന്നാണ് കേട്ടോ ഇട്ടത്. കാരണം ഞാൻ യൂട്യൂബിൽ ഇടാൻ നോക്കിയപ്പോഴത്തേക്കും അതിൽ മ്യൂസിക് പകുതിയിൽ വെച്ച് നിന്ന് പോകായിരുന്നു. 2 ഷോർട്ട് വീഡിയോയും പിന്നെ ഒരു ലോങ് വീഡിയോ ആണ് എനിക്കത് എന്താ പറയുക ഇതേപോലെ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചത് കേട്ടോ. അതുകൊണ്ടെന്തോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇനി ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ ഈ കാണിക്കുന്ന സംഭവമില്ലേ, ഇത് റബ്ബറാണേ, നമ്മൾ മായ്ക്കുന്ന ഇറേസറാണ്. അത് ഞാൻ പൊട്ടിക്കാൻ എടുത്ത് വെച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അനിയൻ്റെ പൊട്ടിക്കാനായിട്ട് കൊടുത്തിട്ട് ഞാൻ വേറൊരു റബ്ബർ എടുത്ത് വെച്ച് മായ്ക്കുകയാണ്. സാധാരണ നമ്മൾ റബ്ബർ വെച്ച് മായ്ച്ചാൽ മതി കേട്ടോ. ഞാൻ ഇപ്പം കാണിച്ച ആ ഒരു സാധനത്തിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാവേ. അപ്പോഴേ കണ്ണ് വരയ്ക്കാം, നമുക്കതേപോലെ നോക്കി വരയ്ക്കാവേ. കുറേ നേരം ഇങ്ങനെ വളവളാന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം നിങ്ങളിത് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഇത് ജസ്റ്റ് വരയ്ക്കുന്നതാണ് കേട്ടോ, അതിൽ നോക്കിയിട്ട് വരയ്ക്കുക, അത്രേ ഉള്ളൂ. ഞാനത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചും തരുന്നുണ്ട് കേട്ടോ.
കണ്ണ് വരച്ച് തുടങ്ങിയപ്പോഴേ ഞാൻ എൻ്റെ ഒരു വിധത്തിന് ആ മൂക്കിൽ ആ ഒരു വരയില്ലേ അതും കൂടി ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നേ. നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സ്ലോയിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ, സ്പീഡിൽ ഇടാത്തത് അതുകൊണ്ടാണ്. ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പെൻസിൽ 6 ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. HB, 2B, പിന്നെ 6B, 8B, 10B ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് ഓരോന്നും കട്ടി കൂടി വരുന്നതാണ് കേട്ടോ. ഞാൻ ഏറ്റവും ചെറിയ എന്ന് വെച്ചാൽ HB ആണ് എടുത്തിരിക്കുന്നത്. ഈ പെൻസിലൊക്കെ തന്നെ വേണമെന്നൊന്നുമില്ല, സാധാ പെൻസിൽ എടുത്താൽ മതി. പിന്നെ അപ്സര പെൻസിലായിരിക്കും കൂടുതൽ ബെറ്റർ കേട്ടോ. ഞാൻ തുടക്കത്തിൽ അത് വെച്ചാണ് വരച്ചത്, നല്ലതാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഇറേസറിൻ്റെ യൂസ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇതേപോലെ വലിയും. ഇത് ക്ലേ പോലെയാണ് കേട്ടോ, പക്ഷേ ഇത് റബ്ബറാണ്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഇങ്ങനെ കൂർപ്പിച്ചിട്ട് കുഞ്ഞു ഭാഗത്തൊക്കെ നമ്മൾ റബ്ബർ കൊണ്ട് വരയ്ക്കുമ്പോൾ മൊത്തത്തിൽ മാഞ്ഞു പോകത്തില്ലേ, അങ്ങനെയുള്ള ഭാഗത്ത് നമുക്ക് ഇതുകൊണ്ട് മായ്ക്കാൻ എളുപ്പമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ കണ്ണിൻ്റെ ഉള്ളിലൊക്കെ മായ്ക്കാനായിട്ട് ആ വര നമ്മൾ വരയ്ക്കുന്നതിനനുസരിച്ച് മായ്ച്ച് പോകണം. എന്ന് വെച്ചാൽ നമ്മൾ വരച്ച ഒരു കോളമില്ല, അത് നമ്മൾ ഓരോ പടം വരയ്ക്കും, ഓരോ കണ്ണ് മൂക്ക് അങ്ങനെ വരയ്ക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ മായ്ച്ച് പോകണം. അങ്ങനെ മായ്ക്കാനായിട്ടാണ് കേട്ടോ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഈ റബ്ബർ തന്നെ വേണമെന്നില്ല, ചെറിയ സാധാ റബ്ബർ മതി. കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിൽ 2xലിട്ട് കണ്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ചിലവർക്ക് അത് മനസ്സിലാവത്തില്ല, അതുകൊണ്ട് ഞാൻ കാണാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, സ്ലോ ആയിട്ട് ഇട്ടത്. പിന്നെ ഈ കാണിക്കുന്ന സംഭവമില്ലേ, ഇതെന്താണ്, ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. ഇത് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. എനിക്ക് അറിയായിരുന്നു, ഞാൻ മറന്നുപോയി, അതാണ് സത്യം. അപ്പോൾ ഞാൻ പടം വരച്ച് തുടങ്ങിയ ആ ഒരു സമയത്ത് ഞാൻ കൈ കൊണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മറ്റേ സംഭവം ചെയ്യൂലേ, മറ്റേ അത് എന്ന് വെച്ചാൽ ഷെയ്ഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇതാക്കി സ്പ്രെഡ് ചെയ്യത്തില്ലേ, ആ ഒരു സംഭവം ഞാൻ കൈ കൊണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഇത് കിട്ടിയതിന് ശേഷം ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇത് ടിഷ്യൂ പേപ്പർ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണേ. ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് മടക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. ഇതിനാ തുടക്കത്തിൽ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ച് സാധനങ്ങൾ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഡ്രോയിങ് ബുക്കിന് പകരം എനിക്ക് വരവുള്ള നോട്ട് കിട്ടിയത്. അതിൽ ഞാൻ ജേർണലിങ് ചെയ്ത് വീഡിയോ ഇട്ട് തുടങ്ങിയതും കേട്ടോ. ഇതെന്താണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ഈ കേട്ടോ എന്ന് അവസാനം കയറി വരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനാ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്. ഇനി നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് വരച്ചെടുക്കാം, പിന്നെ ഒന്ന് സ്പീഡാക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും. അങ്ങനെ നമ്മൾ ഒരു കണ്ണ് വരച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കണ്ണിനായിട്ട് കറക്റ്റ് അതേപോലെ നമ്മൾ നേരത്തെ ചെയ്തില്ല അതേപോലെ ചെയ്താൽ മതി. രണ്ടാമത്തെ കണ്ണിൻ്റെ പ്യൂപ്പിളിരിക്കുന്ന ആ ഒരു കോളത്തിൻ്റെ നമ്പർ നോക്കിയിട്ട് ചെയ്താൽ മതി. നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കേട്ടോ. നമ്മളെ ചേച്ചിയായി, നമ്മളുടെ ആര്യ ചേച്ചിയായി. അപ്പോൾ ഇത് ആര്യ ചേച്ചി കാണോ ഇല്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ഇത് ഇൻസ്റ്റയിലിടും. അപ്പോൾ ഞാൻ ഇൻസ്റ്റയുടെ ID ഇവിടെ കൊടുത്തിരിക്കാവേ. പിന്നെ എൻ്റെ പേര് ഞാൻ ഇതുവരെയ്ക്കും ഇവിടെ പറഞ്ഞിട്ടില്ല, സജന എന്നാണ് എൻ്റെ പേര്. താങ്ക്സ് ഫോർ വാച്ചിങ്.